ഇപ്പോൾ തൃശൂർ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് KSU-MSF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമും തകർത്തു. പോലീസ് ജീപ്പിന് നേരെയും കല്ലേറുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് കോളേജ് അധികൃതരുടെ പീഡനം മൂലമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. വിശദാംശങ്ങളുമായി അരുൺ സിംഗ് ചേരുന്നു. അരുൺ, എങ്ങനെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയത്? ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? കടുത്ത സംഘർഷം തന്നെ, അതിശക്തമായ സംഘർഷം തന്നെയാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് നടക്കുന്നത്. SFI പ്രവർത്തകർ ഏതാണ്ട് ക്യാമ്പസിനുള്ളിലേക്ക്, കോളേജിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ഓഫീസ് അടക്കം പൂർണ്ണമായും അടിച്ച് തകർക്കുന്ന കാഴ്ചയാണ്. പോലീസിന്റെ നിയന്ത്രണം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിദ്യാർത്ഥികളെല്ലാം തന്നെ പോലീസിന്റെ വലയം ഭേദിച്ച് ക്യാമ്പസിനുള്ളിലാണ്, മെയിൻ ഗേറ്റിലായിരുന്നു തടഞ്ഞിരുന്നത്. അവിടെ നിന്ന് വിദ്യാർത്ഥികൾ പൂർണ്ണമായും ക്യാമ്പസിനുള്ളിൽ കടന്നിരിക്കുന്നു. ഓഫീസ് അടക്കം അടിച്ചു തകർത്തിരിക്കുന്നു. ഏതാണ്ട് ജനൽ ചില്ലുകളെല്ലാം തന്നെ ഏതാണ്ട് പൂർണ്ണമായും തകർത്തുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം മുന്നേറുന്നത്. ഏതാണ്ട് 100-ലേറെ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ അക്രമത്തിലാണ്. അവരെ നിയന്ത്രിക്കാൻ പോലീസിന് തീരെ സാധിക്കുന്നില്ല. എന്തായാലും പ്രധാനമായും പ്രതിഷേധം ഈ വിദ്യാർത്ഥികളെ ഓഫീസിലിട്ട് മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫീസ് കെട്ടിടത്തിലെ ജനൽ ചില്ലുകളും ഉപകരണങ്ങളും മറ്റ് പൂച്ചട്ടികളും അടക്കമുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം മുന്നേറുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് ഇപ്പോൾ വലിയ തോതിൽ അക്രമാസക്തമായി മാറിയിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവരുടെ ഒരു നിലപാട്? വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കോളേജിൽ പ്രത്യേകിച്ച് യൂണിയൻ ഇല്ലെങ്കിൽ പോലും വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധം തന്നെയാണ്. നേരത്തെ ബിന്ദു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജിഷ്ണു പ്രണോയ് എന്ന 1ാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു വെള്ളിയാഴ്ചയാണ്. എന്നാൽ അത് ഒരു കോളേജ് അധികൃതരുടെ പീഡനം സഹിക്കവയ്യാതെ മനം നൊന്തുള്ള ആത്മഹത്യയാണ്, ഒരു തരത്തിൽ കൊലപാതകമാണ് എന്നൊരു ആരോപണം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. പക്ഷേ അധ്യാപകരോ അല്ലെങ്കിൽ പോലീസോ ഇതുവരെ പോലും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. അതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ഈ ശക്തമായ മാർച്ചിലേക്ക്, അക്രമാസക്തമായ മാർച്ചിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യം KSU പ്രവർത്തകരും MSF പ്രവർത്തകരും മാർച്ച് നടത്തി. KSU പ്രവർത്തകർ മാർച്ചിൽ വലിയ തോതിൽ കല്ലേറുണ്ടായി, ലാത്തി ചാർജ് വീശി. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ കൂട്ടം SFI പ്രവർത്തകർ എത്തിയത്. അവരെ ഏതാണ്ട് 20ഓളം വരുന്ന, ഏതാണ്ട് 200-ലേറെ വരുന്ന SFI പ്രവർത്തകരെ 20ഓളം വരുന്ന പോലീസുകാർ മാത്രമാണ് പ്രതിരോധിക്കാനുണ്ടായിരുന്നത്. അവരുടെ മെയിൻ ഗേറ്റിൽ വെച്ച് തന്നെ വളരെ നിഷ്പ്രയാസം പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് SFI പ്രവർത്തകർ ഒന്നടങ്കം ക്യാമ്പസിനുള്ളിലേക്ക്, ഓഫീസ് കെട്ടിടത്തിന്റെ സമീപത്തിലേക്ക്, കോളേജിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഓഫീസ് കെട്ടിലെ ജനൽ ചില്ലുകളടക്കം, അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളടക്കം, പൂച്ചട്ടികളടക്കം, കണ്ണിൽ കണ്ടതെല്ലാം തന്നെ എന്തൊക്കെ നശിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോളം ക്യാമ്പസിനുള്ളിൽ പ്രത്യേക സംഘർഷാവസ്ഥ നിൽക്കുന്ന പോലീസിന് ഇവിടേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പം SFI സംസ്ഥാന സെക്രട്ടറി M. വിജിന്റെ നേതൃത്വത്തിലുള്ള ആയിരുന്നു മാർച്ച്. എന്തിനും അടക്കമുള്ളവർ ഇപ്പോൾ പ്രവർത്തകരെ തിരിച്ചു വിളിക്കുന്നുണ്ട്, പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം, വലിയ ശക്തമായ പ്രതിഷേധം, അക്രമശക്തമായ പ്രതിഷേധം തന്നെയാണ്. കാരണം ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഒരു തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ നാളുകളായി ഇത്തരം സംഭവങ്ങൾ കോളേജിൽ അരങ്ങേറുന്നു. PRO അടക്കം, ഒപ്പം തന്നെ കോളേജിലുള്ള മറ്റ് അധ്യാപകരടക്കം, മാനേജ്മെന്റ് പ്രതിനിധികളടക്കം വിദ്യാർത്ഥികൾ ചെറിയ നിസ്സാര അച്ചടക്കങ്ങളുടെ ഇപ്പോൾ പോലീസ് ക്യാമ്പസിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും വലിയ തോതിലുള്ള ഒരു ലാത്തിചാർജിനുള്ള സാധ്യത നിലനിൽക്കുന്നു. വിദ്യാർത്ഥികൾ പിന്നാലെ പോലീസ് ഓടുന്നത് നമുക്ക് പൂർണ്ണമായും ദൃശ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ക്യാമ്പസിനുള്ളിൽ പല സ്ഥലത്തായി ചിതറിക്കൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ തുടരുന്നത്. എന്തായാലും പോലീസ് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള പോലീസ് ഇല്ല എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിരുന്ന പരാതികളിൽ യാതൊരു തരത്തിലുള്ള തീർപ്പുകളോ അന്വേഷണമോ ഒരു കാര്യമായി എടുക്കാൻ പോലും ഇല്ലാത്ത ഒരു നടപടിക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോളേജിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.